സംസ്ഥാന ബജറ്റിന്മേൽ ഭരണ പ്രതിപക്ഷ പോര് തുടരുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ബജറ്റിലെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുമെന്ന് പ്രതിപക്ഷം. സർക്കാർ യാതൊരു പരിഗണനയും നൽകിയില്ലെന്ന് റബ്ബർ കർഷകർ പറയുന്നു. സർക്കാർ കാണിച്ചത് നന്ദികേടെന്ന് ആവർത്തിച്ച് KGയും CTA രംഗത്തെത്തി. അതേസമയം നവകേരള നിർമ്മിതിയിലേക്കുള്ള കാൽവെപ്പുകൾക്ക് കൂടുതൽ ഊർജ്ജമേകുമെന്ന ബജറ്റാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. വിവരങ്ങളുമായി TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെയുള്ള അലയൊലികൾ, അതൊന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഇലക്ഷൻ സ്റ്റണ്ടായിട്ടുള്ള ഒരു ബജറ്റ് മാത്രമാണെന്നുള്ളത്. മാത്രമല്ല, ഇതിൽ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളോടടക്കം പ്രതികരിച്ചിട്ടുള്ള ആളുകളുണ്ട്, പ്രത്യേകിച്ച് റബ്ബർ കർഷകരടക്കം. അത്തരം വിവരങ്ങൾ കൂടി എന്താണ്? ഈ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ എന്താണ്? റോഷ്നി, കീർത്തന, ഗുഡ് മോർണിംഗ്. ബജറ്റിനോട് പ്രതിപക്ഷം അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം പറഞ്ഞതുപോലെ ഭരണപക്ഷം, പ്രത്യേകിച്ച് CPIM, ഇത് നല്ല ബജറ്റാണ് എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തുന്നു. BJPയും സമാനമായി കോൺഗ്രസിന്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് വളരെ മോശം ബജറ്റാണ് എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ബജറ്റിനെ സംബന്ധിച്ച് പ്രതിപക്ഷം പറയുന്ന പ്രധാന ആരോപണം, ഇനിയിപ്പോൾ വെറും ഒരു മാസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ളത്. ഇതിലെ പ്രഖ്യാപനങ്ങളെല്ലാം ഉത്തരവായി വരുമ്പോഴേക്ക് നടപ്പിലാക്കേണ്ടത് അടുത്ത സർക്കാരാണ്. ഇന്നലെയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് അടുത്ത സർക്കാർ UDFന്റേതാണ് എന്നുള്ളതാണ്. മാത്രമല്ല, അധ്യാപകരെയും ജീവനക്കാരെയും സംബന്ധിച്ച് അവർക്ക് ശമ്പളം കൂട്ടും എന്ന ഒരു സൂചന നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതില്ല. ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ഭാഗമായുള്ള നിർദ്ദേശം വന്നതിന് ശേഷമേ ഉണ്ടാകൂ എന്നുള്ളതാണ്. അവരുടെ നിർദ്ദേശം 3 മാസത്തിനുള്ളിൽ കിട്ടും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് നീണ്ടുപോകാനുള്ള സാധ്യതയും മുന്നിലുണ്ടതായാലും ജീവനക്കാർക്ക് DA കുടിശ്ശികയല്ലാതെ വലിയ ആശ്വാസത്തിനുള്ള വകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് പല വിഭാഗത്തിലുള്ളവരും ബജറ്റിനെ വിമർശിച്ച് രംഗത്തെത്തുമ്പോൾ CPIMന്റെ നിലപാട് അതല്ല. അതായത് കേന്ദ്രം കടമെടുക്കാൻ പോലും സമ്മതിക്കാതെ വരിഞ്ഞു മുറുക്കുന്ന സമയത്ത്, അവരുടെ തെറ്റായ സാമ്പത്തിക രീതികൾ മൂലം കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു തീരുമാനങ്ങൾ തന്നെയാണ് ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട പല ആളുകളും ആ ബജറ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതികൂലിച്ച് രംഗത്തെത്തിയ സംഘടനകളാണ് കൂടുതലും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ബജറ്റിനെ സംബന്ധിച്ചുള്ള പ്രതിപക്ഷ പോര് തുടരുന്നു. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ തിങ്കളാഴ്ച മുതൽ സഭാ സമ്മേളനം വീണ്ടും തുടങ്ങുന്ന സമയത്ത് സഭയിൽ അത് കാണുകയും ചെയ്യാം. റോഷ്നി, TV പ്രസാദാണ് ഈ ബജറ്റിന് ശേഷമുള്ള ചർച്ചകളെ കുറിച്ച് പറഞ്ഞത്. പ്രതിപക്ഷത്തിന്റെ ആരോപണം അത് തുടരും. ഈ ദിവസങ്ങളിലുമൊക്കെ അത്തരം ആരോപണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇത് നവകേരളത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്ന ഒരു ബജറ്റാണ് എന്നുള്ളതാണ്.